പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ.
ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലതിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സഭയിലായി വസിക്കുന്ന പരിശുദ്ധനും സുജനനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊപ്പം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായി നീക്കും. സകലനന്മകളെയും സൗഭാഗ്യങ്ങളെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിൽ വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായി നീക്കും. എന്റെ സഹോദരൻ, ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിലുള്ള വായന 9-ാം അധ്യായം 16 മുതൽ 28 വരെ തിരുവചനങ്ങൾ. മരണപത്രത്തിന്റെ കാര്യത്തിൽ അത് എഴുതിയവന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അതുണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിനൊരു സാധ്യതയുമില്ലല്ലോ. അതിനാൽ രക്തം കൂടാതെ അല്ലാതെയും ആദ്യത്തെ ഉടമ്പടിയും പുറപ്പെടുവിക്കപ്പെട്ടത്. മോശ നിയമത്തിലെയും ഓരോ കൽപ്പനയും ജനങ്ങളോട് പ്രഖ്യാപിച്ചപ്പോൾ അവൻ പശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കലർത്തി ചുവന്ന ആട്ടിനും ഈശോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തെളിച്ചുകൊണ്ട് വന്നു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളുടെ മേലും ആ രക്തമാണ് കളിച്ചു. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗീയകാര്യങ്ങൾ സദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെട്ട ആവശ്യമായിരുന്നു. സ്വർഗീയകാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ വരികളാലും മനുഷ്യനിർമ്മിതവും സാക്ഷരമുള്ളവയുടെ പ്രതിരൂപവുമായ വിശ്വസ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ജീവസന്നിധിയിൽ നിലനിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത്. അത് പ്രധാന പുരോഹിതൻ തന്നെ തന്നെ രക്തത്തോടുകൂടി വിശ്വസ്ഥലത്തേക്കുള്ള ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ പല പ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡസഹിക്കേണ്ടി വരുമായിരുന്നില്ല. കാലത്തിന് പുറമെ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കുവാൻ ഇപ്പോൾ ഇത് അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു വളരെ പേരുടെ പാപത്തിന്റെ ഉന്മൂലനം
നമ്മുടെ കർത്താവായ യേശുവിനായി സ്തുതി. തിരുവചനക്കതിരുകൾ വിരിയും വയലേലകൾ എന്നതുപോൽ മനവും ഹൃദയവും ഉഴുതുമറിച്ചൊരു മനമായി അണിചേരാം. തിരുവചനക്കതിരുകൾ വിരിയും വയലേലകൾ എന്നതുപോൽ മനവും പരിശുദ്ധ സുവിശേഷം 41 മുതലുള്ള തിരുവചനങ്ങൾ. ഫരീസയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിന്റെ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയും, കർത്താവിനെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളിലെ പാതകൾക്ക് കീഴിലാക്കുമ്പോൾ നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവനെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഉത്തരമായി ഒരു വാക്ക് പോലും പറയുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് അവനോട് എന്തെങ്കിലും ചോദിക്കുവാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല. നമ്മുടെ കർത്താവായ യേശുവിനായി സ്തുതി. രാജാവായ ക്രിസ്തുവിനെ പോലെ ഈശ്വരശിഹായ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, രാജാക്കന്മാരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. വലിയ രാജാക്കന്മാരെ കുറിച്ച് നാം പഠിച്ചിട്ടുമുണ്ട്. രാജാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പ്രത്യേകമാവിധം ഓടി വരുന്ന വലിയ രാജാക്കന്മാരാണ് സീസർ, അലക്സാണ്ടറും നെപ്പോളിയനും. ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ കേരളം ഭരിച്ച ഏറ്റവും വലിയ രാജാവാരാണ് എന്ന് ഒന്ന് പരതി നോക്കി. തീർച്ചയായിട്ടും നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ അറിയുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവ്. ശക്തൻ തമ്പുരാനാണ് കേരളം കണ്ട ഏറ്റവും വലിയ രാജാവ്. 1851 മുതൽ 1805 വരെ കൊച്ചി രാജ്യത്തെ ഭരിച്ച രാജാവ്. കേരളത്തിലെ അവസാനത്തെ രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കാണുകയില്ല, ഓർമ്മയിൽ സ്ഥാനത്തുണ്ടാകുകയില്ല. വീര കേരളമാവയും കേരള കേശവ രാമവർമ്മയും രാമവർമ്മ 18-ാമനുമാണ് കേരളം ഭരിച്ച അവസാനത്തെ രാജാക്കന്മാർ, കൊച്ചി രാജാക്കന്മാർ. ഇവരെല്ലാവരും രാജാക്കന്മാരായിരുന്നു. നമ്മുടെ പൂർവികരെ ഭരിച്ചവരുമായിരുന്നു. എന്നാൽ ഇവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അവർക്ക് വലിയ സ്ഥാനമില്ല. ഇവിടെയാണ് ക്രിസ്തുവിന്റെ രാജ്യത്തിരുന്നാൾ നാം ആഘോഷിക്കുക. 1925 11-ാമൻ പീയൂസ് മാർപ്പാപ്പയാണ് ഈശോയുടെ രാജ്യത്തിരുന്നാൾ ആഘോഷിക്കണമെന്ന പ്രഖ്യാപനം നടത്തുന്നത്. കൊച്ചി നഗരത്തിൽ ഈശോ നമ്മുടെ രാജാവ് എന്ന പ്രഖ്യാപനവുമായിട്ട് റാലി നടത്തുന്ന രംഗങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ അത്രയും വലിയ റാലിയൊന്നും നടത്തുന്നില്ല. മറിച്ച് കുട്ടികളുടെ ചെറിയ റാലിയായിട്ട് ഒതുക്കാറുണ്ട്. സുവിശേഷത്തെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തുവിനെ പറ്റി
എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അവർ പറയുകയാണ്, ദാവീദിന്റെ പുത്രൻ. 110 സങ്കീർത്തനം 1 വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈശോ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ദാവീദ് ക്രിസ്തുവിനെ കർത്താവേ എന്ന് വിളിക്കുക? പുത്രനാണെങ്കിൽ എങ്ങനെയാണ് കർത്താവേ എന്ന് വിളിക്കുക? മറ്റൊരു വാക്യം പറഞ്ഞ് ഈശോ വ്യക്തമാക്കി പറയുകയാണ്, ദാവീദിന്റെ പുത്രനേക്കാൾ ഉപരിയായി ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഞാൻ ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് തന്നെ ഞാൻ രാജാതിരാജനായ ദൈവത്തിന്റെ പുത്രനായ രാജാവാണ്. പത്തോയിലേക്ക് അടുപ്പോൾ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പീലാത്തോസ് ചോദിക്കുകയാണ്, നീ രാജാവാണോ എന്ന്. അവൻ വ്യക്തമായി ഉത്തരം പറയുകയാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ. കൂട്ടിച്ചേർക്കുകയാണ്, എന്റെ രാജ്യം ഐഹികമല്ലായിരുന്നു. ഈശോയുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിരോധാഭാസങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്വമാണ് ഈശോയുടേത്. അവന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജനനം കൊട്ടാരത്തിലല്ല മറിച്ച് പുൽത്തൊടിയിലാണ്. കിരീടം നൽകാൻ അവൻ ലഭിച്ചത് മുൾമുടിയാണ്. രാജകീയ വസ്ത്രം ധരിച്ചവനല്ല, കീറത്തുണി ധരിച്ചവനാണ്. ചെക്കോല് പറഞ്ഞ ഞാങ്ങല പിടിച്ചവനാണ്. പട്ടാളക്കാരൻ പറഞ്ഞ ശിഷ്യന്മാരെ കൊണ്ട് നടന്നവനാണ്. രാജകീയമായ മരണമല്ല അവൻ ലഭിച്ചത്, മറിച്ച് കുരിശു മരണമാണ്. അവൻ എഴുന്നള്ളിയത് കുതിരപ്പുറത്തല്ല, മറിച്ച് കഴുതയുടെ പുറത്താണ്. എന്നാൽ അവൻ പറയുകയാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ മരിച്ചത്, ഞാൻ ജനിച്ചത് എന്ന്. അവന് കുരിശിൽ എഴുതപ്പെട്ടിരുന്നു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണ് എന്ന്. സ്നേഹമുള്ള അവൻ അപ്പോഴും അടിവരയിടുകയായിരുന്നു, എന്റെ രാജ്യം ഐഹികമല്ല എന്ന്. മറ്റൊരു വാക്കിൽ പറഞ്ഞ രാജാക്കന്മാർ പടവെട്ടി തങ്ങളുടെ രാജ്യം വിശുദ്ധമാക്കുവാനായി പരിശ്രമിച്ചപ്പോൾ അവൻ അതിനു വേണ്ടിയല്ല പരിശ്രമിച്ചത്, മറിച്ച് ഹൃദയത്തിൽ ചേക്കുവേറുവാൻ വേണ്ടിയാണ്, ഹൃദയങ്ങളെ കീഴടക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുക, അവനോടൊപ്പമായിരിക്കുവാനായിട്ട്, അവന്റെ ബലിയിൽ പങ്കുവാനായിട്ട് നാം എത്തിയിരിക്കുക. അവൻ ജീവൻ കൊടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ പൂർവികരുടെയും ഹൃദയത്തിൽ ചേക്കേറിയവനാണ്. സ്വർഗരാജ്യത്തിന് അവകാശിയാണ് എന്ന് പ്രഖ്യാപിച്ചവനാണ്. നിത്യജീവൻ വാഗ്ദാനം ചെയ്തവനാണ്. അങ്ങനെയാണ് അവൻ രാജാവായത്. അവന്റെ രാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ അവൻ തന്നെ പ്രഖ്യാപിച്ചതാണ്. സ്നേഹവും ശാന്തിയും സമാധാനവുമാണ് അവന്റെ രാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ്. ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്, ഐക്യത്തിലേക്ക്, ബന്ധത്തിലേക്ക് വളരുവാനുള്ള കൃപ അവിടുത്തോട് യാചിക്കാം. അവന്റെ രാജ്യത്തിൽ തീർച്ചയായും അവന്റെ കൂടെയുള്ള രാജാക്കന്മാരാണ്, ദൈവപുത്രരാണ്, ദൈവമക്കളാണ് നാം ഓരോരുത്തരും. നമ്മളും രാജാക്കന്മാരാകണം. രാജാക്കന്മാരാകേണ്ടത് ഹൃദയത്തിൽ ചേക്കേറിയാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ചേക്കേറി രാജാക്കന്മാരാകുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്മരിച്ചുകൊണ്ട് കർത്താവേ അങ്ങയുടെ മുഖത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ ജനതയെ വസിച്ചുകൊണ്ട് അവിടെ നിത്യഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും തപരവത്മായിരിക്കുവാൻ അവർക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന ലോകത്തിൽ
അങ്ങേ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, സകലജന പദങ്ങളും അങ്ങേ രക്ഷകനായിട്ട് പറയാൻ രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, സമൂഹങ്ങളിൽ തലവനായ ഞങ്ങളുടെ പരിശോധിതാവും മാറിയപ്പെടുന്നാലാമൻ മാപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും അതിരൂപതാധ്യക്ഷനുമായ റാഫേൽ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വിവരവനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴികളയട്ടെ. സ്നേഹപൂർവ്വം
ഈശോയുടെ ഹൃദയത്തിലാണ് നമ്മളെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവിടുത്തെ രാജ്യത്വം എൻ്റെ ഭവനത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ രാജ്യത്തിലെ സ്നേഹവും സമാധാനവും ശാന്തിയും എല്ലാം എന്നിലും എൻ്റെ കുടുംബത്തിലും ഇടവകൂട്ടായ്മയിലും ഞാനായിരിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തനികയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പൂ മർത്യരാ ഞങ്ങൾ അങ്ങയിൽ ഈ കുർബാന കരങ്ങൾ
നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് സഭയിലാവുകയും ചെയ്യട്ടെ. ആമേൻ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതികളിൽ വാഴുന്ന ദൈവമേ, ഓശാന ഓശാന ഓശാന. ബലവാനായി വാഴുന്ന സൃഷ്ടാവേ, ഓശാന ഓശാന ഓശാന. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആഹാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വ
ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ ബോധ്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശയ്ക്കും അങ്ങേ പ്രിയപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാം എൻ്റെ അപരാധങ്ങൾ സദയം നാഥാ പൊറുക്കേണമേ. അറിയുന്നു ഞാനെൻ പാവങ്ങൾ, കാണുന്നു ഞാനവയെൻ മുൻപിൽ. അറിയുന്നു ഞാനെൻ പാവങ്ങൾ, കാണുന്നു ഞാനവയെൻ മുൻപിൽ. നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. കർത്താവിശുദ്ധിയായ നാമത്തിന് സ്തുതിയും എന്നാത്മാവിൻ സായുജ്യമേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ. ഓ ദിവ്യകാരുണ്യമേ, ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേ കർത്താവിശുദ്ധിയായ അനുതാപമായ സ്വരത്തോടെ അവിടെ തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ പ്രസ്താവിച്ചുകൊണ്ടും സ്വരത്തെ ക്ഷണിച്ചുകൊണ്ടും നമുക്ക് സഹോദരങ്ങളുടെ കൃപയും ഭാഗ്യമായിരിക്കുകയും ചെയ്യാം. കർത്താവേ, കൃതാസുരേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, കൃതാസുരേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുദൈവത്തിൽ നിന്ന് നോടാത്മാക്കാം. കർത്താവേ, കൃതാസുരേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, കൃതാസുരേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പടും ഐക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, കൃതാസുരേ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവൻ കാരണമാകട്ടെ, എന്നേക്കുമാമേ. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സുഹൃത്തായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപ അറിയുമ്പോൾ കഴിഞ്ഞ ദിവസം 1730 രൂപ, മദർ തെരേസ സെന്റ് തോമസ് വീട്ടിലെ കാശമർപ്പണം 700 രൂപ, പതിനൊന്ന് സെമിനാറിക്കാരുടെ മാതാപിതാക്കൾ 460 രൂപ, ഹിന്ദി കുർബാന 5249 രൂപ. സെന്റ് അൽഫോൺസ യൂണിറ്റിൽ 4 മണിക്ക്, ജോർജ് ജോർജിയെ വസതി വെച്ച് സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിൽ 5 മണിക്ക്, വാർഗീസ് ഖാലിഫാമിലെ വസതി വെച്ച് സെന്റ് ജൂഡ് യൂണിറ്റിൽ 6 മണിക്ക്, ജോൺ കൊലിന്റെ വസതി വെച്ച് സമ്മേളിക്കുന്നതാണ്. 25-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് നമ്മുടെ ഇടവകയിൽ പൂർവീകരുടെ ആണ്ടുശാസ്ത്രം നടത്തപ്പെടുന്നു. 6 മണിക്കാണ് ആണ്ടുശാസ്ത്ര കുർബാന. സെമിത്തേരി വെച്ചിട്ട് കസ്തൂരി പണങ്ങൾക്ക് കുരിശുകൾ ചാത്തറൂട്ട് ആണ്ടുശാസ്ത്ര ചേർന്നിലേക്ക് സാഹിത്യത്തിൽ സഹകരിക്കുന്ന സ്നേഹവും ഓർമ്മപ്പെടുത്തുന്നു. ആണ്ടുശാസ്ത്രത്തിന് ശേഷം പുതിയ കലാപരങ്ങളുടെ നിർമ്മാണ പണികൾ സെമിത്തേരിയിൽ നടക്കുന്നതാണ്. സെമിത്തേരി കലാപ നിർമ്മാണത്തിന് ഓരോ കുടുംബവും നൽകേണ്ട പിന്തുണയായി 10,000 രൂപ ഈ നൽകണമെന്ന സ്നേഹവും അഭ്യർത്ഥിക്കുന്നു. 3 ലക്ഷം രൂപയുടെ പുതിയ നിക്ഷേപം ജോണിന്റെയും അഭിലാവിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. നേരത്തെ അറിയിച്ചത് പോലെ നമ്മുടെ പള്ളിയിലെ ആശീർവാദം നവംബർ 26-ാം തീയതി ഈ 26-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കാണ് പറഞ്ഞ ബിഷപ്പ് മാർ ജോസഫ് പിതാവിന്റെ ആഗ്രഹത്തിലാണ് ആശീർവാദം. അദ്ദേഹം അറിയിച്ചതനുസരിച്ച് എല്ലാവരുടെയും സ്നേഹവും ആശീർവാദങ്ങളും തുടർന്നുള്ള ദിനങ്ങളിൽ തിരുനാളിലേക്ക് സ്നേഹവും ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ദാതാവായ സുധീരനെ സമർപ്പിക്കാം. ഘടകങ്ങളുടെ മോചനത്തിനായ കാരുണ്യഭോജനങ്ങൾ നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും പ്രത്യാശയായ മിശിഹായി സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെടലാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും.
കുർബാന കടങ്ങളുടെ പാപങ്ങളുടെയും മോചനത്തിനും